ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരിടുന്ന ചാഞ്ചാട്ടത്തിന് ഇതുവരെയും ശമനമൊന്നുമായിട്ടില്ല. അവസാന 8 വ്യാപാര ദിനങ്ങളിലും പ്രധാന ഓഹരി സൂചികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSEയുടെ നിഫ്റ്റി സൂചികയിൽ 810 പോയിന്റും BSEയുടെ സെൻസെക്സ് സൂചികയിൽ 2645 പോയിന്റ് വീതവും ഇതേ കാലയളവിൽ ഇടിവ് രേഖപ്പെടുത്തി. BSEയുടെ വിപണി മൂല്യത്തിൽ 25 ലക്ഷം കോടി രൂപയുടെ നഷ്ടവും കുറിച്ചു. സ്മോൾ ക്യാപ് വിഭാഗം ഓഹരികൾ കനത്ത നഷ്ടം നേരിട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ വ്യാപാരാഴ്ചയിൽ ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാവുന്ന പ്രധാന ഘടകങ്ങളും നിഫ്റ്റി സൂചിയുടെ സാധ്യതകളും വിശദമായി നോക്കാം. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾക്ക് ഓഹരി വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ഇത് സംബന്ധിച്ച വാർത്തകൾ നിക്ഷേപകർ വിടാതെ പിന്തുടരുന്നത് ഉചിതമായിരിക്കും. അതേസമയം റെസിപ്രോക്കൽ താരിഫ് ഉടനടി നടപ്പാക്കുന്നത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് സംബന്ധിച്ച അനിശ്ചിതത്വം വിപണിയിൽ നിഴലിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ജനുവരി അവസാനം ചേർന്ന FOMC യോഗത്തിൻ്റെ മിനിറ്റ്സ് ഫെബ്രുവരി 19 പുറത്തുവിടും. ഇതിൽ അമേരിക്കയിലെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വിപണിക്ക് ഗുണകരമാകും. എന്നാൽ FOMC യോഗത്തിന് ശേഷം ഫെഡറൽ റിസർവ് ചെയർമാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പലിശ നിരക്ക് താഴ്ത്തുന്നതിനെ ധൃതി കൂട്ടത്തിലെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ ഈ ആഴ്ച പുറത്തുവിടുന്ന FOMC മിനിറ്റ്സ് അപ്രതീക്ഷിത വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നില്ലെങ്കിൽ കാര്യമായ ചലനം സൃഷ്ടിക്കണമെന്നുമില്ല. അതേസമയം ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിയുന്ന പ്രവണത വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ FII മാറ്റമില്ലാതെ തുടരുകയാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 4295 കോടിയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത്. ഇതോടെ ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ 21272 കോടി രൂപയുടെ ഓഹരികൾ വിദേശ നിക്ഷേപകർ വിറ്റഴിഞ്ഞിട്ടുണ്ട്. സമാനമായി 2025 ഇതുവരെയുള്ള കാലയളവിനിടെ വിദേശ നിക്ഷേപകർ ഒഴിവാക്കിയ ഓഹരികളുടെ മൊത്തം മൂല്യം 99,299 കോടി രൂപയായും ഉയർന്നു. അതേസമയം മറുവശത്ത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ DII ശക്തമായ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് ഇന്ത്യൻ വിപണി താരതമ്യേന പിടിച്ചു നിൽക്കുന്നത്. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൻ്റെ പ്രകടനവും ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളൊന്നാണ്. ആഭ്യന്തര വിപണിയിൽ പൊതുവിൽ നിരാശ പടർന്നിരിക്കുന്ന പ്രകടമാണെങ്കിലും അടിസ്ഥാന ഓഹരി സൂചികളെ നിർണായക സാന്നിധ്യമുള്ള ബാങ്കിംഗ്, IT സെക്ടറുകൾ കനത്ത തിരിച്ചടിയിൽ നിന്നും തടയിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ റെലിഗർ ബ്രോക്കിങ്ങിൻ്റെ റിസർച്ച് വിഭാഗ് ഉപമേധാവി അജിത് മിശ്ര പറഞ്ഞു. വിപണിയിൽ കാര്യമായ ദിശാമാറ്റത്തിനുള്ള സൂചന നൽകുന്നുണ്ടോ എന്ന് ട്രേഡർമാർ ശ്രദ്ധിക്കണം. നിലവിൽ വിപണി ഓവർസോൾഡ് മേഖലയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. അതേപോലെ താഴ്ന്ന വിലയിലെത്തി എന്ന് കരുതി വൻതോതിൽ വാങ്ങുന്ന പ്രവണതയും നഷ്ടം രേഖപ്പെടുത്തുന്ന പൊസിഷനുകളിൽ ആവറേജ് ചെയ്യാൻ ശ്രമിക്കരുതെന്നും മുൻനിര അനലിസ്റ്റ് കൂടിയ അജിത് മിശ്ര വ്യക്തമാക്കുന്നു. അതേസമയം പ്രധാന ഓഹരി സൂചികയായ NSE നിഫ്റ്റിയുടെ ആഴ്ചക്കാലങ്ങളിലെ ചാർട്ടിൽ നിലവിലെ ക്ലോസിംഗ് നില വെച്ചുള്ള പാറ്റേൺ നോക്കിയാൽ വിപണിയിൽ ഇടപെടുന്നവർക്ക് സമീപ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ഏഞ്ചൽ വണ്ണിൻ്റെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് വിഭാഗത്തിലെ മുതിർന്ന അനലിസ്റ്റ് ഓഷോ കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സമീപകാലത്ത് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന നിലവാരത്തിനെയും ചാർട്ടിൽ പ്രകടമായ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ താഴ്ന്ന നിലവാരത്തിൻ്റെയും പിന്തുണ ഒരിക്കൽ കൂടി പരീക്ഷിച്ചുകൊണ്ടായിരുന്നു NSEയുടെ അടിസ്ഥാന സൂചികയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിപണിയിലുള്ള ബെയറിഷ് സെന്റിമെന്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിർണായകമായ സപ്പോർട്ട് നിലവാരമായി 22,800, 22,700 നിലവാരം ശക്തിയോടെ തകർക്കപ്പെട്ടാൽ നിഫ്റ്റിയിൽ ചാഞ്ചാട്ടം വർദ്ധിക്കുവാനും വിപണി വീണ്ടും താഴേക്ക് പതിക്കാനും വഴിയൊരുക്കും. ഈ നിലവാരത്തിന് താഴെ 22,500, 22,400 നിലവാരത്തിൽ നിന്നും സപ്പോർട്ട് നേടാൻ സൂചിക ശ്രമിച്ചേക്കാം. അതേസമയം 22,800 നിലവാരം തകർക്കപ്പെടുന്നില്ലെങ്കിൽ സമീപകാലത്ത് നേരിട്ട നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നിഫ്റ്റിയിൽ പ്രകടമാകാം. അങ്ങനെയെങ്കിൽ 23,300, 23,350 നിലവാരത്തിലേക്ക് നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിഫ്റ്റിയുടെ 20 ദിവസ EMA നിലവാരം കൂടിയാണെന്നതും ശ്രദ്ധേയം. ഇവിടെ മറികടക്കാനാലെ 23,500 നിലവാരത്തിലേക്ക് കുതിക്കാം. എങ്കിൽ നിക്ഷേപകർക്കും തുടർച്ചയായ തിരിച്ചടി എന്നുള്ള താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന് കരുതാം. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതയ്ക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.